ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ വരയ്ക്കാനാണ് തോന്നിയത്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ അടക്കി പിടിച്ച വ്യഥകളും ദേഷ്യവും മാറാരോഗങ്ങൾ സമ്മാനിക്കുമെന്ന് എവിടെ കേട്ടു. അത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു ഇടമുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ജീവിത വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ ഒരിടം നമ്മളിടം ഉണ്ടായില്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കേണ്ടത് അവനവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ തിരച്ചിലിൽ ഞാൻ ആ ഇടം കണ്ടുപിടിച്ചു. ഞാനാണ് എൻ്റെ ഇടം. എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന്, മുൻവിധികളില്ലാതെ എന്നെ കേൾക്കാൻ, എൻ്റെ നല്ലതിനു വേണ്ടി മാത്രം സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്. അതെ, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അത് ഞാനാണ്. എൻ്റെ ആപാത ചൂടം ഞാൻ സ്നേഹിക്കുന്നു. കിലുക്കമുള്ള വെള്ളിപ്പാദസരങ്ങൾ മുതൽ മൂർധാവിലണിയുന്ന രാസ്നാദി വരെ എനിക്ക് എന്നോടുള്ള സ്നേഹപ്രകടനങ്ങളാണ്. കറുത്ത് ചുളിവ് വീഴാൻ തുടങ്ങിയ എൻ്റെ ദേഹത്തെ, ഇരുണ്ട കൺതടങ്ങളുള്ള എൻ്റെ മുഖത്തെ, നീളമുള്ള കൈവിരലുകളും ഘടികാര നിഴൽ വീണ കൈത്തണ്ടയും അറ്റം കയറിയ തലമുടിയിഴകളും എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്നൊരു കുഞ്ഞു മനസ്സും, ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുതെന്ന ചിന്തയും, ന്യായമല്ലാത്തത് കണ്ടാൽ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യവും, മാനുഷികമായ മറ്റ് സകല വികാരങ്ങളും, സർവോപരി സ്ത്രീ എന്ന സുന്ദരമായ എൻ്റെ ജന്മവും എന്നെ പൂർണ്ണയാക്കുന്നു. അങ്ങനെ ഞാൻ എന്നിൽ മറ്റൊരെന്നെ സൃഷ്ടിക്കുന്നു. എന്നിലെ വിരസതകളും ആശങ്കകളും ആനന്ദനിർഭരമായ നിമിഷങ്ങളും തെറ്റുകളും ശരികളും എന്ന് വേണ്ട എല്ലാം പങ്കുവയ്ക്കാനായി ഞാൻ സൃഷ്ടിച്ച ഞാൻ. അവളെന്നെ തെറ്റിദ്ധരിക്കുന്നില്ല, വിധിക്കുന്നില്ല, സംശയിക്കുന്നില്ല, വെറുക്കുന്നില്ല. ഉള്ള തുറന്ന് ഞാൻ പറയുന്ന പലതും ഒരായുധമായി പിന്നീട് പ്രയോഗിക്കുന്നുമില്ല. അവളെന്നെ കേൾക്കും, മനസ്സിലാക്കും, പൊറുക്കും. സാരമില്ല, പോട്ടെ എന്ന് എന്നോട് മന്ത്രിക്കും. ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് ആശ്വസിപ്പിക്കും. നമുക്ക് ശരിയാക്കാം എന്ന് പ്രതീക്ഷ നൽകും. കൂട്ടുകാരിയായി, അധികാരിയായി, കാവലായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ എന്ന ഞാൻ.